നമസ്കാരം. നക്ഷത്രമാലയിലെ 14ാമത്തെ നക്ഷത്രമായ അത്തം നക്ഷത്രക്കാരുടെ ജീവിത രഹസ്യങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. അത്തം കരുത്താൽ അത്യുത്തമം എന്നൊരു ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ എന്താണ് ഇതിന്റെ യഥാർത്ഥ അർത്ഥം? കൈപ്പത്തി അടയാളമായിട്ടുള്ള അത്തം നക്ഷത്രക്കാർ സ്വന്തം കൈപ്രയത്നം കൊണ്ട് ജീവിതം പടുത്തുയർത്തുന്നവരാണ്. ചന്ദ്രന്റെ സ്വാധീനമുള്ളതുകൊണ്ട് തന്നെ വളരെ ശാന്തരും എന്നാൽ ഉള്ളിൽ വലിയ ലക്ഷ്യങ്ങൾ ഉള്ളവരുമാണ് ഇവർ. കന്നി രാശിയിൽ വരുന്ന നക്ഷത്രമാണ് അത്തം. വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനും മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനുമുള്ള കഴിവ് ഇവർക്കുണ്ടാകും. ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവാണ്. എന്നാൽ പെട്ടെന്ന് മൂഡ് മാറുന്ന സ്വഭാവവും ഇവർക്കുണ്ടാകും. കല, എഴുത്ത്, ക്രാഫ്റ്റ് അല്ലെങ്കിൽ കച്ചവടം എന്നിവയിൽ ഇവർ വളരെ മിടുക്കരായിരിക്കും. അത്തം നക്ഷത്രത്തിന്റെ ചിഹ്നം കൈ ആയതുകൊണ്ട് തന്നെ കൈകൾ കൊണ്ട് ചെയ്യുന്ന ഏതു ജോലിയിലും ഇവർ ശോഭിക്കും. മെഡിക്കൽ രംഗം, എഞ്ചിനീയറിംഗ്, അക്കൗണ്ടിംഗ്, ഡിജിറ്റൽ മീഡിയ, ബിസിനസ് അല്ലെങ്കിൽ കൺസൾട്ടൻസി എന്നിവയിൽ ഇവർക്ക് വലിയ വിജയം നേടാനാകും. ജീവിതത്തിന്റെ തുടക്കത്തിൽ അല്പം ബുദ്ധിമുട്ടുകൾ നേരിട്ടാലും സ്വന്തം കഠിനാധ്വാനം കൊണ്ട് നല്ലൊരു സാമ്പത്തിക ഭദ്രത ഇവർ 30 വയസ്സിന് ശേഷം ഉണ്ടാക്കിയെടുക്കും. പൊതുവെ സന്തുഷ്ടമായ ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ അത്തം നക്ഷത്രക്കാർക്ക് സാധിക്കാറുണ്ട്. കുടുംബകാര്യങ്ങളിൽ വളരെ താല്പര്യമുള്ള സ്നേഹസമ്പന്നനായ ഒരു പങ്കാളിയെ ഇവർക്ക് ലഭിക്കും. ചന്ദ്രന്റെ സ്വഭാവമുള്ളതുകൊണ്ട് അനാവശ്യമായ ചിന്തകളും സംശയങ്ങളും ദാമ്പത്യത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാം. പങ്കാളിയോട് കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാം. അത്തം നക്ഷത്രത്തിൽ ജനിക്കുന്ന ഒരാൾക്ക് ആദ്യം തുടങ്ങുന്നത് മനസ്സിന്റെ കാരകനായ ചന്ദ്രദശയാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന യഥാർത്ഥ കളിക്കാർ ഇതിനുശേഷം വരുന്ന രാഹുവും വ്യാഴവും ശനിയുമാണ്. ഈ ദശകൾ നിങ്ങളുടെ കരിയറിനെയും കുടുംബത്തെയും എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം. ജ്യോതിഷത്തിൽ ചന്ദ്രൻ എന്നാൽ വെറും ഒരു ഗ്രഹമല്ല, അത് നമ്മുടെ മനസ്സിന്റെ കാരകനാണ്, അതായത് മാനസികാവസ്ഥയെ നിയന്ത്രിക്കുന്നവൻ. അത്തം നക്ഷത്രത്തിന്റെ അധിപൻ തന്നെ ചന്ദ്രൻ ആയതുകൊണ്ട് ഈ ദശ നിങ്ങളുടെ ജീവിതത്തിന്റെ അടിത്തറ പാകുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പരമാവധി 10 വർഷമാണ് ചന്ദ്രദശയുടെ ആകെ കാലയളവ്. എന്നാൽ ജനന സമയത്ത് ചന്ദ്രൻ സഞ്ചരിച്ച ഡിഗ്രി അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ കുറച്ച് വർഷങ്ങൾ മാത്രമായിരിക്കും ഗർഭശിഷ്ടമായി ലഭിക്കുക. ചിലർക്ക് ഇത് 2 വർഷമാകാം, ചിലർക്ക് 5 അല്ലെങ്കിൽ 7 വർഷമാകാം. കുട്ടിക്കാലത്താണ് ഈ ദശ വരുന്നത് എന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ഏറ്റവും വലിയ സ്വാധീനം അമ്മയുമായുള്ള ബന്ധത്തിലാണ്. ജ്യോതിഷത്തിൽ ചന്ദ്രൻ അമ്മയെ പ്രതിനിധീകരിക്കുന്നു. ചന്ദ്രദശ നടക്കുന്ന സമയത്ത് കുട്ടിക്ക് അമ്മയുടെ ഭാഗത്തു നിന്ന് സമാനതകളില്ലാത്ത സ്നേഹവും പരിചരണവും ലഭിക്കും. ഈ കുട്ടി ജനിക്കുന്നതോടുകൂടി അമ്മയുടെ ആരോഗ്യത്തിലോ അല്ലെങ്കിൽ അമ്മയുടെ കുടുംബത്തിലോ നല്ല രീതിയിലുള്ള സാമ്പത്തിക വളർച്ചയും ഐശ്വര്യവും ദൃശ്യമാകാറുണ്ട്. ചന്ദ്രൻ തിളങ്ങുകയും ഇരുളുകയും ചെയ്യുന്നത് പോലെ, അതായത് വെളുത്ത പക്ഷവും കറുത്ത പക്ഷവും പോലെ, അത്തം നക്ഷത്രക്കാരായ കുട്ടികളുടെ മനസ്സും ഈ സമയത്ത് വളരെ ചഞ്ചലമായിരിക്കും. ഇവർ വളരെ പെട്ടെന്ന് സങ്കടപ്പെടുന്നവരും ദേഷ്യപ്പെടുന്നവരുമായിരിക്കും. മറ്റുള്ള കുട്ടികളെക്കാൾ കൂടുതൽ സ്നേഹവും ശ്രദ്ധയും ഈ പ്രായത്തിൽ ഇവർക്ക് ആവശ്യമായി വരും. കുട്ടിക്കാലത്ത് തന്നെ കഥകൾ കേൾക്കാനും വരയ്ക്കാനും ഭാവനാലോകത്ത് വിഹരിക്കാനും ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും. വളരെ ശാന്തരും അന്തർമുഖരുമായി ഇവർ കാണപ്പെടുന്നത് ഈ ദശയുടെ സ്വാധീനം കൊണ്ടാണ്. ചന്ദ്രദശയിൽ കുട്ടികളുടെ ആരോഗ്യകാര്യത്തിൽ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം. ചന്ദ്രൻ ജലാംശവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഗ്രഹമാണ്. ഈ കാലയളവിൽ കുട്ടിക്ക് വിട്ടുമാറാത്ത ജലദോഷം, ചുമ, ആസ്ത്മ അല്ലെങ്കിൽ ടോൺസിലൈറ്റിസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ അലർജികളോ വരാം. തണുത്ത ആഹാര സാധനങ്ങൾ രാത്രികാലങ്ങളിൽ നൽകുന്നത് പരമാവധി ഒഴിവാക്കുക. അത്തം നക്ഷത്രക്കാരുടെ പ്രൈമറി വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് ഈ ദശയിലാണ്. ചന്ദ്രൻ അനുകൂലമാണെങ്കിൽ കുട്ടിക്ക് നല്ല ഓർമ്മശക്തിയും അധ്യാപകരുടെ പ്രീതിയും ലഭിക്കും. പഠനത്തിൽ വളരെ വേഗത്തിൽ മുന്നേറാൻ സാധിക്കും. എന്നാൽ ജാതകത്തിൽ ചന്ദ്രൻ ബലഹീനനാണെങ്കിൽ, അതായത് കറുത്തപക്ഷ ചന്ദ്രൻ അല്ലെങ്കിൽ ദോഷഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടെങ്കിൽ പഠനത്തിൽ ശ്രദ്ധക്കുറവും എപ്പോഴും ഉറക്കക്കൂടുതലും അലസതയും കാണിച്ചേക്കാം. കുട്ടിക്കാലത്തെ ഈ ദോഷങ്ങൾ മാറാനും കുട്ടിയുടെ ബുദ്ധിശക്തി വർദ്ധിക്കാനും ലളിതമായ ചില വഴികളുണ്ട്. കുട്ടിയുടെ പേരിൽ തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ കഴിക്കുക. ശിവന് പാലഭിഷേകം നടത്തുന്നതും ധാര നടത്തുന്നതും ചന്ദ്രദോഷങ്ങൾ ഇല്ലാതാക്കും. ചന്ദ്രന്റെ രത്നം മുത്താണ്.
കുട്ടിയുടെ ജാതകം നോക്കി അനുയോജ്യമെങ്കിൽ ഒരു ചെറിയ മുത്തും മോതിരമായോ മാലയായോ ധരിപ്പിക്കുന്നത് മനസ്സിന് ഏകാഗ്രത നൽകും. കുട്ടിക്ക് വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ വെള്ളിപ്പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് ചന്ദ്രപ്രീതിക്ക് ഉത്തമമാണ്. അങ്ങനെ മനസ്സിന്റെ ചഞ്ചലതകളിലൂടെ കടന്നു പോകുന്ന ചന്ദ്രദശയ്ക്ക് ശേഷമാണ് അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ചോരത്തിളപ്പിന്റെയും ഊർജ്ജസ്വലതയുടെയും ചൊവ്വാദശ കടന്നു വരുന്നത്. ചന്ദ്രദശയുടെ ശാന്തതയ്ക്കും സെൻസിറ്റീവായ ബാല്യത്തിനും ശേഷം അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വലിയൊരു മാറ്റമാണ്. ആകെ 7 വർഷമാണ് ചൊവ്വാദശയുടെ കാലയളവ്. ജ്യോതിഷത്തിൽ ചൊവ്വ എന്നാൽ വീര്യത്തിന്റെയും ധൈര്യത്തിന്റെയും അഗ്നിയുടെയും ഗ്രഹമാണ്. ചന്ദ്രൻ നൽകിയ ആ മടിയും അലസതയും മാറി കുട്ടിയിൽ വലിയ തോതിലുള്ള ഊർജ്ജസ്വലതയും വാശിയും പ്രകടമാകുന്ന കാലഘട്ടമാണിത്. സാധാരണയായി ഈ ദശ വരുന്നത് നിങ്ങളുടെ കൗമാര പ്രായത്തിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. പഠനകാര്യങ്ങളിൽ അത്തം നക്ഷത്രക്കാർക്ക് വലിയ മുന്നേറ്റം നൽകാൻ ഈ 7 വർഷങ്ങൾക്ക് സാധിക്കും. ചൊവ്വ നിങ്ങൾക്ക് കഠിനമായി പോരാടാനുള്ള മനസ്സ് നൽകും. അതുകൊണ്ട് തന്നെ വലിയ എൻട്രൻസ് പരീക്ഷകൾ, സ്കോളർഷിപ്പുകൾ, സ്കൂൾ കോളേജ് മത്സരങ്ങൾ എന്നിവയിൽ ഉയർന്ന വിജയം നേടാൻ ഈ സമയത്ത് സാധിക്കും. സയൻസ്, മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സ്പോർട്സ് എന്നിവയിലേക്ക് കുട്ടിയുടെ ശ്രദ്ധ തിരിയുന്നത് ഈ ദശയിലാണ്. സാങ്കേതിക വിദ്യകൾ വളരെ വേഗത്തിൽ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് സാധിക്കും. ചൊവ്വയുടെ അഗ്നി സ്വഭാവം കുട്ടിയുടെ പെരുമാറ്റത്തിൽ പ്രകടമാകും. ഗ്രൂപ്പുകളെ നയിക്കാനും കൂട്ടുകാർക്കിടയിൽ ലീഡർ ആകാനും ഇവർ ശ്രമിക്കും. ഒന്നിനെയും പേടിയില്ലാത്ത ഒരു സ്വഭാവം ഈ സമയത്ത് രൂപപ്പെടും. എന്നാൽ ഇതിനോടൊപ്പം തന്നെ അനാവശ്യമായ വാശിയും ദേഷ്യവും മാതാപിതാക്കളോട് എതിർത്ത് സംസാരിക്കുന്ന പ്രവണതയും കാണിക്കാം. ഈ സമയത്ത് കുട്ടികളെ തല്ലി നന്നാക്കാൻ നോക്കാതെ സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയാണ് വേണ്ടത്. ശാരീരികമായി വളരെ ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു സമയമാണിത്. അത്ലറ്റിക്സ്, മാർഷ്യൽ ആർട്സ്, ഫുട്ബോൾ പോലുള്ള കായിക ഇനങ്ങളിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ സമയത്ത് വലിയ അംഗീകാരങ്ങൾ തേടിയെത്തും. ചൊവ്വ രക്തത്തെയും പരിക്കുകളെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓടിക്കളിക്കുമ്പോഴോ സൈക്കിൾ ഓടിക്കുമ്പോഴോ വീണ് ചെറിയ പരിക്കുകളോ മുറിവുകളോ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ പ്രായത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ചൊവ്വയുടെ അമിതമായ ദേഷ്യവും പ്രതിസന്ധികളും കുറയ്ക്കാനും പഠനത്തിൽ ശ്രദ്ധ കൂടാനും ഈ വഴികൾ ചെയ്യാം. ചൊവ്വയുടെ അധിപൻ മുരുകൻ അഥവാ സുബ്രഹ്മണ്യ സ്വാമിയാണ്. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയോ പഞ്ചാമൃതം വഴിപാടായി നൽകുകയോ ചെയ്യുന്നത് അതീവ ശുഭകരമാണ്. ദേവീക്ഷേത്രങ്ങളിലോ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലോ രക്തചന്ദനം ചാർത്തുന്നത് ചൊവ്വയുടെ ദോഷങ്ങളെ ശമിപ്പിക്കും. ഭയവും അനാവശ്യ ചിന്തകളും മാറാൻ ദിവസവും ഹനുമാൻ ചാലീസ ജപിക്കുന്നത് കുട്ടികൾക്ക് നല്ല ഏകാഗ്രത നൽകും. ചോരത്തിളപ്പിന്റെയും വിജയങ്ങളുടെയും 7 വർഷത്തെ ചൊവ്വാദശയ്ക്ക് ശേഷം അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തെ അപ്രതീക്ഷിത വഴികളിലേക്ക് നയിക്കുന്ന വലിയൊരു വഴിത്തിരിവ് വരുന്നുണ്ട്. അതാണ് 18 വർഷം നീണ്ടു നിൽക്കുന്ന രാഹുദശ. സാധാരണയായി നിങ്ങളുടെ കരിയർ തുടങ്ങുന്ന പ്രായത്തിലാണ്, അതായത് ഏകദേശം 17-18 വയസ്സ് മുതൽ 35 വയസ്സ് വരെ രാഹുവിന്റെ ഈ ഭരണം വരുന്നത്. ജ്യോതിഷത്തിൽ രാഹുവിനെ ഭ്രമത്തിന്റെ ഗ്രഹം അല്ലെങ്കിൽ അതിരുകളില്ലാത്ത ആഗ്രഹങ്ങളുടെ പ്രതീകം എന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ചിന്തിക്കാത്ത മാറ്റങ്ങളും അപ്രതീക്ഷിത വഴിത്തിരിവുകളും ഉണ്ടാകാൻ പോകുന്നത് ഈ 18 വർഷങ്ങളിലാണ്. രാഹുദശയിൽ അത്തം നക്ഷത്രക്കാരുടെ കരിയറിൽ വലിയ കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടാകും. നിങ്ങൾ കോളേജിൽ പഠിച്ച വിഷയം ഒന്നായിരിക്കും, പക്ഷെ ജോലി കിട്ടുന്നത് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു മേഖലയിലായിരിക്കും. പരമ്പരാഗതമായ വഴികളിലൂടെ അല്ലാതെ പുത്തൻ സാങ്കേതിക വിദ്യകൾ വഴി ഇവർ പണം സമ്പാദിക്കും. IT, കമ്പ്യൂട്ടർ സയൻസ്, ഡിജിറ്റൽ മീഡിയ, സിനിമ, ടെലിവിഷൻ രംഗം, കമ്മ്യൂണിക്കേഷൻ, വിമാന സർവീസ് അല്ലെങ്കിൽ വലിയ തോതിലുള്ള കച്ചവടം എന്നിവയിൽ അത്തം നക്ഷത്രക്കാർക്ക് വൻ വിജയം നേടാൻ രാഹു സഹായിക്കും. അത്തം കന്നി രാശിയിലാണ് വരുന്നത്. കന്നി രാശിക്കാർക്ക് രാഹുദശ വന്നാൽ ജന്മനാട്ടിൽ നിൽക്കാൻ രാഹു സമ്മതിക്കില്ല. ഉപരിപഠനത്തിനായോ ജോലിക്കായോ നിങ്ങൾ സ്വന്തം നാടും വീടും വിട്ട് ദൂരദേശങ്ങളിലേക്ക് മാറും. അത്തം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായി പാസ്പോർട്ടും വിസയും ശരിയാകുന്നതും വിദേശത്ത് പോയി വലിയ നിലയിൽ പണം സമ്പാദിക്കാൻ ഭാഗ്യം ലഭിക്കുന്നതും ഈ രാഹുദശയിലാണ്. അന്യഭാഷക്കാരും അന്യസംസ്ഥാനക്കാരുമായ ആളുകളിൽ നിന്ന് വലിയ പിന്തുണ ഈ സമയത്ത് ലഭിക്കും. രാഹു എപ്പോഴും വിജയങ്ങൾ മാത്രമല്ല ചില കെണികളും മുന്നിൽ വെക്കും. എന്ത് ചെയ്യണം, ഏത് വഴി തിരഞ്ഞെടുക്കണം എന്നറിയാതെ മനസ്സ് പലപ്പോഴും അസ്വസ്ഥമായിരിക്കും. പല ജോലികൾ മാറി മാറി നോക്കുന്ന പ്രവണത കരിയറിന്റെ തുടക്കത്തിൽ ഉണ്ടാകാം.
ഈ പ്രായത്തിൽ ചതിക്കുഴികളിൽ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. പണം എളുപ്പത്തിൽ ഉണ്ടാക്കാനുള്ള വഴികളിലോ ലഹരി പദാർത്ഥങ്ങളിലോ തെറ്റായ സുഹൃത്ത് വലയങ്ങളിലോ പെട്ടുപോകാതെ അത്തനക്ഷത്രക്കാർ ഈ സമയത്ത് പ്രത്യേകം സൂക്ഷിക്കണം. രാഹുദശയുടെ അവസാന ഘട്ടത്തിലാണ് പലരുടെയും വിവാഹം നടക്കുക. വീട്ടുകാർ ആലോചിച്ചുറപ്പിക്കുന്ന പരമ്പരാഗത വിവാഹത്തേക്കാൾ പ്രണയ വിവാഹത്തിനോ അല്ലെങ്കിൽ തങ്ങളുടെ ജാതിയിലോ മതത്തിലോ പെടാത്ത ആളുകളുമായിട്ടുള്ള പ്രണയബന്ധങ്ങൾക്കോ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. രാഹുവിന്റെ സ്വാധീനം കാരണം പങ്കാളിയുമായി തുടക്കത്തിൽ ചെറിയ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പരസ്പരം വിട്ടുവീഴ്ച ചെയ്താൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാം. രാഹുദശയിലെ ദോഷങ്ങൾ മാറ്റാനുള്ള പരിഹാരങ്ങൾ ഇവയാണ്. രാഹുവിന്റെ അധിപൻ നാഗദൈവങ്ങളാണ്. രാഹുദശയുള്ളവർ സർപ്പക്കാടുകളിലോ നാഗരാജ ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തി ആയില്യം പൂജ, പാൽപായസം അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി സമർപ്പിക്കുന്നത് അതീവ ശുഭകരമാണ്. ചൊവ്വാഴ്ചകളിലോ വെള്ളിയാഴ്ചകളിലോ രാഹുകാല സമയത്ത് ദുർഗാദേവിക്ക് നാരങ്ങാ വിളക്ക് തെളിയിക്കുന്നത് രാഹുദോഷത്തിന്റെ കാഠിന്യത്തെ പൂർണ്ണമായി ഇല്ലാതാക്കും. രോഗികൾക്കോ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്കോ ഭക്ഷണം നൽകുന്നതോ വസ്ത്രം നൽകുന്നതോ രാഹു ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള എളുപ്പവഴിയാണ്. അങ്ങനെ അപ്രതീക്ഷിത മാറ്റങ്ങളും വിദേശയാത്രകളും നിറഞ്ഞ 18 വർഷത്തെ രാഹുദശയുടെ അലച്ചിലുകൾക്ക് ശേഷം അത്തനക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ശാന്തതയും സമാധാനവും വലിയൊരു ഭാഗ്യവും കടന്നു വരുന്നുണ്ട്. അതാണ് ജീവിതത്തിലെ ഏറ്റവും മികച്ച സുവർണകാലമായ വ്യാഴദശ അഥവാ ഗുരുദശ. ആകെ 16 വർഷമാണ് ഈ ദശയുടെ കാലയളവ്. ജ്യോതിഷത്തിൽ വ്യാഴം അഥവാ ഗുരു എന്നാൽ ഭാഗ്യം, ധനം, ജ്ഞാനം, സന്താനസുഖം എന്നിവയുടെ കാരകനാണ്. സാധാരണയായി നിങ്ങളുടെ 35 വയസ്സിന് ശേഷമാണ് ഈ ദശയുടെ സ്വാധീനം പൂർണ്ണമായി പ്രകടമാവുക. ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ ആഗ്രഹിച്ച എല്ലാ സുഖ സൗകര്യങ്ങളും പദവികളും നിങ്ങളെ തേടിയെത്തുന്ന യഥാർത്ഥ സുവർണകാലമാണിത്. വ്യാഴദശ അത്തനക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വലിയൊരു കുതിച്ചുചാട്ടം സമ്മാനിക്കും. രാഹുദശയിലെ കരിയറിലെ അസ്ഥിരതകളെല്ലാം മാറി ഈ സമയത്ത് നിങ്ങളുടെ ജോലിയിലോ ബിസിനസ്സിലോ വലിയ സ്ഥിരത കൈവരും. വരുമാനത്തിൽ വൻ വർധന ഉണ്ടാകും. സ്വന്തമായി ഒരു വീട് വെക്കുക, ഭൂമി വാങ്ങുക, അല്ലെങ്കിൽ ആഗ്രഹിച്ച വാഹനം സ്വന്തമാക്കുക തുടങ്ങിയ വലിയ സ്വപ്നങ്ങൾ അത്തനക്ഷത്രക്കാർ യാഥാർത്ഥ്യമാക്കുന്നത് ഈ 17 വർഷത്തിനുള്ളിലായിരിക്കും. കച്ചവട മേഖലയിലുള്ളവർക്ക് തങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കാനും പുതിയ ശാഖകൾ തുടങ്ങാനും ഈ സമയം അനുകൂലമാണ്. കുടുംബജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമാധാനവും സന്തോഷവും അനുഭവപ്പെടുന്ന കാലമാണിത്. പങ്കാളിയുമായി ഉണ്ടായിരുന്ന ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി പരസ്പര ധാരണയും സ്നേഹവും വർദ്ധിക്കും. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന അത്തനക്ഷത്രക്കാർക്ക് ഗുരുവിന്റെ അനുഗ്രഹത്താൽ നല്ല സന്താന ഭാഗ്യം ഉണ്ടാകും. കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ കരിയറിലെ വളർച്ച എന്നിവ മാതാപിതാക്കളായ നിങ്ങൾക്ക് വലിയ അഭിമാനവും സന്തോഷവും നൽകും. ഗുരുവിന്റെ പ്രഭാവം നിങ്ങളുടെ വ്യക്തിത്വത്തിന് വലിയൊരു ബഹുമാനം നൽകും. നിങ്ങൾ ചെയ്യുന്ന ജോലിയിലും സമൂഹത്തിലും നിങ്ങളെ തേടി വലിയ പദവികളും ഉത്തരവാദിത്തങ്ങളും എത്തും. ആളുകൾ നിങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാൻ തുടങ്ങും. ഈ സമയത്ത് അത്തനക്ഷത്രക്കാർക്ക് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും തീർത്ഥയാത്രകൾ നടത്താനുമുള്ള താല്പര്യം കൂടും. ദാനധർമ്മങ്ങൾ ചെയ്യാനും ഈശ്വരചിന്തയോടെ ജീവിക്കാനും മനസ്സ് പാകപ്പെടും. വ്യാഴം പൊതുവെ ദോഷങ്ങൾ ചെയ്യാത്ത ഗ്രഹമാണെങ്കിലും ചില കാര്യങ്ങളിൽ ജാഗ്രത വേണം. വ്യാഴദശയിൽ ശരീരഭാരം കൂടാനുള്ള സാധ്യത കൂടുതലാണ്. കഫ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, പ്രമേഹം, കരൾ സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവ വരാതെ നോക്കാൻ ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കണം. എല്ലാം അനുകൂലമാകുമ്പോൾ അനാവശ്യമായ ആത്മവിശ്വാസം കാരണം വലിയ തുകകൾ മറ്റുള്ളവർക്ക് കടം കൊടുക്കുകയോ വലിയ റിസ്ക് ഉള്ള ചിട്ടികളിൽ ചേരുകയോ ചെയ്യരുത്. നമുക്ക് വ്യാഴദശയിലെ ഗുണങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള പരിഹാരങ്ങൾ നോക്കാം. വ്യാഴത്തിന്റെ അധിപൻ ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ മഹാവിഷ്ണുവാണ്. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക അല്ലെങ്കിൽ ഭാഗവത പാരായണം കേൾക്കുന്നത് അതീവ ശുഭകരമാണ്. നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെയോ മാതാപിതാക്കളെയോ പ്രായത്തിൽ മുതിർന്നവരെയോ ബഹുമാനിക്കുകയും അവരുടെ അനുഗ്രഹം വാങ്ങുകയും ചെയ്യുന്നത് വഴി ഗുരുപ്രീതി ഇരട്ടിക്കും. വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതും ക്ഷേത്രങ്ങളിൽ മഞ്ഞ പൂക്കൾ കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കുന്നതും ഉത്തമമാണ്. അങ്ങനെ ജീവിതത്തിന് എല്ലാവിധ സുഖ സൗകര്യങ്ങളും തന്ന് കടന്നു പോകുന്ന 16 വർഷത്തെ വ്യാഴദശയ്ക്ക് ശേഷം അത്തനക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് പക്വതയുടെയും കഠിനാധ്വാനത്തിന്റെയും ഫലം തരുന്ന 19 വർഷത്തെ ശനിദശ വരുന്നുണ്ട്. സാധാരണയായി ഇത് നിങ്ങളുടെ 50കളുടെ മധ്യത്തിലോ അല്ലെങ്കിൽ 60കളുടെ തുടക്കത്തിലോ ആണ് വരുന്നത്.
അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തെ കൂടുതൽ പ്രായോഗികവും പക്വതയുള്ളതുമാക്കി മാറ്റുന്ന കാലഘട്ടമാണ് ശനിദശ. ആകെ 19 വർഷമാണ് ശനിദശയുടെ കാലയളവ്. ജ്യോതിഷത്തിൽ ശനിയെ ന്യായാധിപൻ അല്ലെങ്കിൽ കർമ്മഫലദാതാവ് എന്നാണ് വിളിക്കുന്നത്. പലരും ശനിദശ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിക്കാറുണ്ട്. എന്നാൽ അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി വെറുതെ പരീക്ഷിക്കുക മാത്രമല്ല, നിങ്ങൾ മുൻപ് ചെയ്ത കഠിനാധ്വാനത്തിന് കൃത്യമായ പ്രതിഫലവും വലിയ പദവികളും നൽകി അനുഗ്രഹിക്കുന്ന കാലം കൂടിയാണിത്. ഈ പ്രായത്തിൽ നിങ്ങളുടെ കർമ്മരംഗത്ത് വലിയ മാറ്റങ്ങൾ ശനി കൊണ്ടുവരും. അത്തം നക്ഷത്രക്കാർ തങ്ങളുടെ ജോലിയിൽ ഏറ്റവും ഉയർന്ന പദവികളിൽ എത്തുന്നതും വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതും ഈ സമയത്തായിരിക്കും. നിങ്ങളുടെ അനുഭവ സമ്പത്തിന് വലിയ വില കൽപ്പിക്കപ്പെടും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് കുറച്ച് കഠിനാധ്വാനം ചെയ്യേണ്ടി വരുമെങ്കിലും വളരെ സുസ്ഥിരമായ ഒരു അടിത്തറ കെട്ടിപ്പടുക്കാൻ ശനി സഹായിക്കും. പെട്ടെന്നുള്ള ലാഭത്തേക്കാൾ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വളർച്ചയാണ് ശനി നൽകുക. കുടുംബത്തിലെ മുതിർന്ന വ്യക്തി എന്ന നിലയിൽ വലിയ ചുമതലകൾ നിങ്ങളെ തേടിയെത്തും. മക്കളുടെ വിവാഹം നടത്തുന്നതും അവരുടെ ജീവിതം സുരക്ഷിതമാക്കുന്നതും കുടുംബത്തിലെ തർക്കങ്ങൾ പരിഹരിച്ച് എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകുന്നതും ഈ 19 വർഷത്തിനുള്ളിലായിരിക്കും. സ്വന്തം സുഖങ്ങളെക്കാൾ കൂടുതൽ കുടുംബത്തിന്റെ സുരക്ഷയ്ക്കായി നിങ്ങൾ സമയം മാറ്റിവെക്കേണ്ടി വരും. എന്നാൽ ഇതിലൂടെ മക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നും വലിയ ബഹുമാനം നിങ്ങൾക്ക് തിരികെ ലഭിക്കും. ശനിദശയിൽ അത്തം നക്ഷത്രക്കാർ ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് സ്വന്തം ആരോഗ്യകാര്യത്തിലാണ്. അസ്ഥി തേയ്മാനം, സന്ധിവേദന, നട്ടെല്ലിനും കാൽമുട്ടുകൾക്കും ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, വാദം എന്നിവ ഈ സമയത്ത് ശല്യം ചെയ്തേക്കാം. വലിയ ഉത്തരവാദിത്തങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സും ഉറക്കക്കുറവും ശ്രദ്ധിക്കണം. ലഘുവായ നടത്തവും കൃത്യമായ വിശ്രമവും ഈ പ്രായത്തിൽ അനിവാര്യമാണ്. ശനിദോഷങ്ങൾക്ക് ഏറ്റവും ഉത്തമം ശാസ്താവ് അല്ലെങ്കിൽ അയ്യപ്പസ്വാമിയെ ഭജിക്കുന്നതാണ്. ശനിയാഴ്ചകളിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം, എള്ളവിളക്ക് തെളിയിക്കുന്നതും ശനി ചാരിയൂട്ട് നടത്തുന്നതും അതീവ ശുഭകരമാണ്. ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നവരെ ശനി ഭഗവാൻ ഉപദ്രവിക്കില്ല എന്നാണ് വിശ്വാസം. അതുകൊണ്ട് ദിവസവും ഹനുമാൻ ചാലീസ ജപിക്കുകയോ ശനിയാഴ്ചകളിൽ വെറ്റിലമാല സമർപ്പിക്കുകയോ ചെയ്യുക. പാവപ്പെട്ടവർക്കോ കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളികൾക്കോ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്കോ ഭക്ഷണം നൽകുന്നതോ സഹായങ്ങൾ നൽകുന്നതോ ആണ് ശനിയെ പ്രീതിപ്പെടുത്താനുള്ള ഏറ്റവും വലിയ വഴി. ശനിദശയുടെ വലിയ ഉത്തരവാദിത്തങ്ങൾക്കും കഠിനാധ്വാനത്തിനും ശേഷം അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ബുദ്ധിയുടെയും സമാധാനത്തിന്റെയും 17 വർഷങ്ങളുമായി കടന്നു വരുന്നത് ബുധദശയാണ്. സാധാരണയായി ഇത് നിങ്ങളുടെ 70കളിലോ 75 വയസ്സിന് ശേഷമോ ആണ് വരുന്നത്. ശനിദശ തന്ന വലിയ ചുമതലകളും കഠിനാധ്വാനവും കഴിഞ്ഞ് അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വളരെ ശാന്തവും സുഖകരവുമായ ഒരു വിശ്രമകാലം സമ്മാനിച്ചുകൊണ്ടാണ് ബുധദശ കടന്നു വരുന്നത്. ആകെ 17 വർഷമാണ് ബുധദശയുടെ കാലയളവ്. ജ്യോതിഷത്തിൽ ബുധൻ എന്നാൽ ബുദ്ധി, വിജ്ഞാനം, സംസാരശേഷി, ഹാസ്യം എന്നിവയുടെ കാരകനാണ്. കന്നിരാശിയുടെ അധിപൻ കൂടിയാണ് ബുധൻ എന്നതുകൊണ്ട് അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ദശ തങ്ങളുടെ സ്വന്തം വീട്ടിൽ നിൽക്കുന്നത് പോലെയുള്ള കംഫർട്ട് നൽകുന്ന ഒന്നാണ്. ജീവിതത്തിന്റെ സായന്തനത്തിൽ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കാലഘട്ടമാണിത്. ഈ പ്രായത്തിലും അത്തം നക്ഷത്രക്കാർക്ക് മികച്ച മാനസികാരോഗ്യം നൽകാൻ ബുധന് സാധിക്കും. പ്രായത്തിൻ്റെതായ മറവികളോ മാനസികമായ തളർച്ചയോ ബുധൻ ഈ സമയത്ത് നൽകില്ല. കാര്യങ്ങൾ വ്യക്തമായി ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനുമുള്ള ബുദ്ധിശക്തി ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. പുസ്തകങ്ങൾ വായിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുരാണങ്ങളും ശാസ്ത്രങ്ങളും മനസ്സിലാക്കാനും നിങ്ങൾക്ക് ഈ സമയത്ത് പ്രത്യേക താല്പര്യമുണ്ടാകും. എഴുത്തിൽ താല്പര്യമുള്ളവർക്ക് ഈ പ്രായത്തിൽ നല്ല കൃതികൾ രചിക്കാൻ പോലും സാധിക്കാറുണ്ട്. കുടുംബത്തോടൊപ്പം ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ടൈം ചെലവഴിക്കാൻ പറ്റുന്ന സമയമാണിത്. മക്കളുടെയും പേരക്കുട്ടികളുടെയും സ്നേഹവും പരിചരണവും ഈ സമയത്ത് നിങ്ങളെ തേടിയെത്തും. അവരുമായി വളരെ നല്ലൊരു സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ സംസാരത്തിലെ ഹാസ്യബോധവും സ്നേഹവും അവരെ നിങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കും. കുടുംബത്തിലെയും നാട്ടിലെയും കാര്യങ്ങളിൽ ഒരു നല്ല ഉപദേശകനായി മാറാൻ അത്തം നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ സാധിക്കും. ബുധൻ പൊതുവെ ശുഭഗ്രഹമാണെങ്കിലും പ്രായത്തിൻ്റെതായ ചില കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ബുധൻ ശരീരത്തിലെ നാഡീവ്യൂഹത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് വിറയൽ, കൈകാലുകളിലെ തരിപ്പ് അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ചർമ്മരോഗങ്ങൾ എന്നിവ വരാതെ നോക്കണം. ലഘുവായ വ്യായാമങ്ങളും യോഗയും കൃത്യസമയത്തുള്ള ഭക്ഷണക്രമവും ഈ പ്രായത്തിൽ ആരോഗ്യം മികച്ചതായി നിലനിർത്താൻ സഹായിക്കും. ബുധന്റെ അധിപൻ ശ്രീകൃഷ്ണ ഭഗവാനാണ്. ദിവസവും കൃഷ്ണ മന്ത്രങ്ങൾ ജപിക്കുന്നതോ
ക്ഷേത്രത്തിൽ വെണ്ണ, തുളസിമാല എന്നിവ വഴിപാടായി നൽകുന്നതോ അതീവ ഉത്തമമാണ്. ദിവസവും രാവിലെ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് മനസ്സിന് വലിയ ഏകാഗ്രതയും സമാധാനവും നൽകും. ബുധനാഴ്ചകളിൽ പാവപ്പെട്ടവർക്കോ ക്ഷേത്രങ്ങളിലോ പച്ചക്കറികളോ വസ്ത്രങ്ങളോ ദാനം ചെയ്യുന്നത് ബുധപ്രീതിക്ക് ഏറ്റവും മികച്ച വഴിയാണ്. അങ്ങനെ അത്തം നക്ഷത്രക്കാരുടെ ജനനം മുതൽ 90 വയസ്സ് വരെയുള്ള പ്രധാന ദശകളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ബുധദശയ്ക്ക് ശേഷമാണ് കേതു, ശുക്രൻ, സൂര്യൻ എന്നീ ദശകൾ വരുന്നത്. അത്തം നക്ഷത്രക്കാരുടെ പ്രധാന ദശകൾക്ക് ശേഷം 120 വർഷത്തെ ആയുസ് അടിസ്ഥാനമാക്കി ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ വരുന്ന കേതു, ശുക്രൻ, സൂര്യൻ എന്നീ ദശകളുടെ ലളിതമായ ഒരു സംഗ്രഹം. ബുധദശയ്ക്ക് ശേഷം വരുന്ന 7 വർഷക്കാലം കേതുവിന്റെ അധീനതയിലാണ്. ജ്യോതിഷത്തിൽ കേതു മോക്ഷകാരകനാണ്. ഈ സമയത്ത് അത്തനക്ഷത്രക്കാർക്ക് ലൗകിക സുഖങ്ങളോടുള്ള താല്പര്യം കുറയുകയും ആത്മീയതയോടും ഈശ്വര ചിന്തയോടും അമിതമായ ഭക്തിയും താല്പര്യവും ഉണ്ടാവുകയും ചെയ്യും. ജനക്കൂട്ടങ്ങളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നും മാറി അല്പം ഏകാന്തതയും സമാധാനവും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാലമാണിത്. തൊലിപ്പുറത്തുണ്ടാവുന്ന അലർജികൾ, ഇൻഫെക്ഷനുകൾ എന്നിവ വരാതെ സൂക്ഷിക്കണം. കേതുവിന്റെ ആത്മീയ കാലഘട്ടത്തിന് ശേഷം വരുന്ന വലിയൊരു ദശയാണ് 20 വർഷത്തെ ശുക്രദശ. ശുക്രൻ സുഖഭോഗങ്ങളുടെ ഗ്രഹമാണ്. ഈ പ്രായത്തിൽ അത്തനക്ഷത്രക്കാർക്ക് തങ്ങളെക്കാൾ ഉപരി തങ്ങളുടെ മക്കളിലൂടെയും പേരക്കുട്ടികളിലൂടെയും വലിയ സന്തോഷങ്ങൾ തേടിയെത്തും. കുടുംബത്തിൽ വലിയ അഭിവൃദ്ധിയും ശുഭകാര്യങ്ങളും നടക്കും. ശുക്രദശയ്ക്ക് ശേഷം വരുന്ന 6 വർഷക്കാലമാണ് സൂര്യദശ. ആത്മാവിന്റെ കാരകനായ സൂര്യൻ ഈ പ്രായത്തിലും അത്തനക്ഷത്രക്കാർക്ക് നല്ലൊരു ആത്മബലവും തേജസ്സും നൽകും. കുടുംബത്തിലും സമൂഹത്തിലും നിങ്ങൾ ഒരു വഴികാട്ടി അല്ലെങ്കിൽ കാരണവർ എന്ന പദവിയിൽ ബഹുമാനിക്കപ്പെടും. അങ്ങനെ അത്തനക്ഷത്രക്കാരുടെ ജനനം മുതൽ ജീവിതത്തിന്റെ സായന്തനം വരെയുള്ള എല്ലാ പ്രധാന ദശകളെയും അവയുടെ സ്വാധീനങ്ങളെയും നമ്മൾ വിശദമായി കണ്ടുകഴിഞ്ഞു. ചന്ദ്രൻ നൽകുന്ന ആ വൈകാരികമായ ബാല്യവും ചൊവ്വയുടെ ചോരത്തിളപ്പും രാഹുവിന്റെ വിദേശയോഗവും കഴിഞ്ഞ് ഗുരുവും ശനിയും ബുധനും ചേർന്ന് നിങ്ങളുടെ ജീവിതത്തെ ഒരു വിജയഗാഥയാക്കി മാറ്റുന്നു. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഇത് അത്തനക്ഷത്രക്കാരുടെ പൊതുവായ ദശാക്രമം മാത്രമാണ്. നിങ്ങളുടെ നിലവിലെ കൃത്യമായ സമയവും ജന്മദിനവും അനുസരിച്ച് ഗ്രഹനിലകൾ മാറുമ്പോൾ ഫലങ്ങളിലും വ്യത്യാസങ്ങൾ വരാം. നിങ്ങളുടെ നിലവിൽ നടക്കുന്ന ദശ ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അത്തനക്ഷത്രക്കാരായി നിങ്ങൾക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അത്തനക്ഷത്രക്കാരായ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ പുതിയൊരു നക്ഷത്ര വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.